ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ ഹാപ്പി അവേഴ്സ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്തു തരണേ. നമ്മൾ ഇന്ന് പോകുന്നത് സോഷ്യൽ മീഡിയ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടുള്ള മാഞ്ഞാംകുഴി ഡാമിലേക്കാണ്. പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ ഇപ്പം എത്താറായി. റെയിൽവേ സ്റ്റേഷൻ ക്രോസ് ചെയ്ത് നമ്മൾ നേരെ ഒരു പാലം കൂടി കടന്നു കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ലെഫ്റ്റ് സൈഡിൽ ഒരു വഴിയുണ്ട്. അവിടെ നിന്നൊരു 2 മിനിറ്റ് കൂടി ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഡാം എത്തി കഴിയുമ്പോൾ പാലത്തിൻ്റെ മീതേക്ക് കൂടി നമ്മൾ താഴേക്ക് വന്നു. അവിടെ ഒരാളും ഉണ്ടായില്ല, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. നല്ല രസമുള്ള ഡാമായിരുന്നു. ഞങ്ങളെങ്ങനെ ഇറങ്ങുമ്പോൾ നിൽക്കുമ്പോഴാണ് ഞങ്ങളുടെ മുന്നിൽ കൂടി പോകുന്ന ഒരു പീക്കിരി. അപ്പോൾ മനസ്സിലായി ആഴമില്ല എന്നുള്ളത്. അതിനെ ഫോക്കസ് ചെയ്ത് അതിൻ്റെ പുറകെ കൂടി പോകാമെന്ന് വെച്ചു. അതിൻ്റെ അത്രയല്ലേ വെള്ളമുള്ളൂ. അപ്പം മനസ്സിലായി ഇവിടെയൊക്കെ തറയാണ് ഉള്ളതെന്ന്. പക്ഷെ കാഴ്ചയിൽ കാണുമ്പോൾ കുഴ പോലെയുണ്ട്, പേടി വരും. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതിൻ്റെ പിന്നാലെ മനുവേട്ടനും കൂടി പുറകിലോട്ടിറങ്ങി. നോക്കിയേ, ഇത്രയുള്ള ആഴം. അതിലാണ് ആദ്യം ഇറങ്ങാൻ പേടിച്ച് നിന്നത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇതൊന്നും നോക്കിയില്ല, ഇട്ട ഉടുപ്പിൽ തന്നെ നനയാൻ തുടങ്ങി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി എന്നിട്ട് ഞങ്ങൾ മേളിലോട്ടൊന്ന് കയറിയാലോ എന്ന് വെച്ച്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ആലോചിച്ചു, ഈ ഷട്ടറെങ്ങാനും പൊട്ടിപ്പോയാൽ തീർന്നില്ലേ എല്ലാം. അങ്ങാടാ ഒലിച്ചു പോകും. അവളുടെ സന്തോഷം നോക്കുക, എന്താണ് വെള്ളം കാണാത്തത് പോലെയാ. നല്ല രസമുണ്ടായിരുന്നു. പിള്ളേരൊക്കെ വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. ഇവളുടെ ചാട്ടം കാണുമ്പോൾ എനിക്കൊന്ന് കളിക്കാനൊക്കെ തോന്നി. പിന്നെ ഞാൻ വിചാരിച്ച അറ്റത്തേക്കൊന്ന് പോയി നോക്കാം. ഞാൻ വിളിച്ചപ്പോൾ അയാളാണ് ഓടി വന്നത്, അവളാണ് ഓടി വന്നത്. എന്നാൽ ഞാൻ രണ്ടുപേരും കൂടി മുന്നോട്ട് നടന്നു പോയി. ദേണ്ടടാ, ഒരു ഷട്ടറിൻ്റെ ഒരു പകുതി തുറന്നപ്പോൾ തന്നെ ഇത്രയും മാത്രം വെള്ളം. ദൈവം, എന്താ ഒഴുക്ക്! അതിലെങ്ങാനും കൈ തട്ടിയ, കാലോ കയ്യോ തട്ടിയ ദങ്ങടെ ഒലിച്ചു പോകും. അത്രയും സ്പീഡുണ്ടായിരുന്നു വെള്ളത്തിന്. അവിടെ ഒരു ചലക്കനൊക്കെ ഉണ്ട്. ഞങ്ങൾ പിന്നെ ഓടി. ഇനിയിപ്പോൾ ഡാമൊക്കെ ഇതെങ്ങാനും ഷട്ടറെങ്ങാനും പൊട്ടിയാനുള്ള അവസ്ഥയൊക്കെ ആലോചിച്ചിട്ട് ഞങ്ങൾ വീണ്ടും ആ അറ്റത്ത് തന്നെ ഓടിപ്പോയി നിന്ന് വെള്ളത്തിൽ കളിക്കാൻ. അങ്ങോട്ട് മാറടി, ഞാൻ ഒന്ന് ഫോട്ടോ എടുക്കട്ടെ. എടുത്തോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് ഡാമൊക്കെ കണ്ട് ഇറങ്ങി. പോകുന്ന വഴിക്ക് ഒന്നും കൂടി തോന്നി മുകളിൽ നിന്നുള്ള വ്യൂ എങ്ങനെയായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഒന്നും കൂടി താഴേക്കൊന്ന് ഭംഗിയിലൊക്കെ ഒന്ന് കണ്ട് അറ്റത്തെ ഷട്ടറിൻ്റെ വെള്ളത്തിലേക്കൊന്ന് വീഡിയോ ഒക്കെ പിടിച്ച്. ആ വെള്ളത്തിൻ്റെ പോക്ക് കാണുമ്പോൾ ഒരു പേടിയാണ്. അതോടെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി.